ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പൊന്ന മക്കളെ, അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മാതിരി അടിയാന്ന്. ബിഗ് ബോസ് അല്ല, ബിഗ് ബോസിന്റെ ഇനി അപ്പുറത്തുള്ള വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും ശരി, ഞങ്ങൾ പരിപാടി നിർത്തൂല എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയോട് അടിയാണ്. അവസാനം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ബസർ അടിച്ച് പൊട്ടിച്ചിട്ടും കൂടി അവന്മാർ നിർത്തേണ്ട പ്ലാനില്ല. അതായത് പിന്നെയും എന്ന് പറഞ്ഞാൽ ഇവന്മാരിങ്ങനെ ഭയങ്കരമായി ശത്രുക്കളെ പോലെ, അതായത് എനിക്ക് തോന്നുന്നത് മഹാഭാരത യുദ്ധം പോലെയാണ്. അങ്ങനെ രണ്ട് ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള യുദ്ധത്തില് ഇവന്മാർക്ക് ഈ കളി ഒന്നാമത് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഇവറ്റകളുടെ തലയിൽ കയറത്തില്ല. കാരണം എന്താണ്, ഇവർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് നാറിയ കളി കളിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവറ്റകൾ എല്ലാവരും അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവറ്റകൾക്ക് ഒരാൾക്ക് പോലും മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഗെയിം എന്നോ ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നോ ഇതൊന്നും ഒരാൾക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായവന്മാരാണെങ്കിലോ ഇതാർക്കും പറഞ്ഞു കൊടുക്കുന്നുമില്ല. അതായത് ഇപ്പോൾ കളിച്ചിരിക്കുന്ന ആ കൊടിയുടെ ഒരു ഗെയിമാണ്. ആ ഗെയിമിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ബിഗ് ബോസ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കണമെന്ന്. എന്നിട്ടും എല്ലാവർക്കും തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഷാനവാസ് അതിൻ്റെ അകത്ത് കളിച്ചിരിക്കുന്ന കളി നാറിത്തരം തന്നെയാണ്. കാരണം ഷാനവാസ് കായികപരമായിട്ട് ആക്രമിക്കാനാണ് നോക്കുന്നത്. ഷാനവാസും അക്ബറും രണ്ടുപേരും കായികപരമായിട്ട് എങ്ങനെ ആക്രമിക്കാം, എങ്ങനെ കീഴ്പ്പെടുത്താം എന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, അനീഷ് ആണെങ്കിലും മറ്റവരാണെങ്കിലും അവര് ശരിക്കും ഗെയിമാണ് കളിക്കുന്നത്. പക്ഷേ ഷാനവാസ് കളിക്കുന്നതും അക്ബർ കളിച്ചതും വളരെയധികം പന്നക്കളിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അവര് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ അവര് കയ്യൂക്കാണ് അവിടെ പ്രയോഗിക്കാൻ നോക്കിയത്. പക്ഷെ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ബുദ്ധിയാണ് പ്രയോഗിക്കുന്നത്. പക്ഷെ അത് അതിബുദ്ധി ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അവസാനം പറഞ്ഞു, എൻ്റെ പൊന്നു മക്കളെ, ഒന്ന് നിങ്ങൾ എല്ലാവരും വരുവോ എന്ന് ചോദിച്ചു. പക്ഷേ വരാൻ വേണ്ടിയിട്ട് മത്സരാർത്ഥികൾ തയ്യാറല്ല. ബിഗ് ബോസേ, ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല. ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് ബിഗ് ബോസിനെ വിശ്വാസമില്ലാത്ത മത്സരാർത്ഥികള്. ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഞങ്ങൾ നിർത്തത്തില്ല. കാരണം എന്താണ്, ഇത് ചിലപ്പോൾ ബിഗ് ബോസിന്റെ തട്ടിപ്പായാലോ, ബിഗ് ബോസിന്റെ ഏതിന്റെ പണിയായാലോ, ബിഗ് ബോസ് ചിലപ്പോഴും പറയുമല്ലോ നിങ്ങളോട് ആരാടാ നിർത്താൻ പറഞ്ഞിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗെയിം പോയില്ലേ എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഒരാൾ പോലും നിർത്താത്തത്. അതാണ് എനിക്ക് മനസ്സിലായത്. അതായത് അവന്മാരൊക്കെ എങ്ങനെ കളിക്കണം എന്നും കൂടി ഒന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരുന്നു. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളി മനസ്സിലാക്കിയവരോട് പറയുക, അവിടെ കാണിച്ചു കൊടുക്കാൻ പറയുക, ഇന്നതാണ് ഈ കളി കളിക്കേണ്ടത്. വളരെ നല്ല രീതിയിൽ വളരെ എൻജോയ് ചെയ്ത് കുറച്ച് തട്ടിയും മുട്ടിയും ഒക്കെ കളിക്കേണ്ട ഒരു ഗെയിം ശരിക്കും പറഞ്ഞ് ഇവർ കൊളാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊരു ശാരീരിക ക്ഷമതയുള്ള ഗെയിം തന്നെയാണ്. അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, അതിലൊന്നും തർക്കിക്കാനുമില്ല. പക്ഷേ അത് കളിക്കേണ്ട രീതി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, പരമാവധി പരിക്കേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എല്ലാവരും നോക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല, ആരോടോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമല്ല. എങ്ങനെ ഇവരെ പരിക്കേൽപ്പിച്ച് എങ്ങനെ പറഞ്ഞു വിടാം എന്നുള്ളതാണോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ ആയി കഴിഞ്ഞാലും അവിടെ കെട്ടലും മറിയലും മാത്രമാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ചിരി വന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ കളി കണ്ടിട്ടാണ്. അനീഷ് ആദിലിന്റെ മുകളിൽ തന്നെയാണ്. ബിഗ് ബോസ് പറയുന്ന, അനീഷേ നോക്കും മോനെ, ആദില അതിന്റെ അടിയിലുണ്ട് എന്ന് പറഞ്ഞിട്ടും കൂടി അനീഷ് എണീക്കുന്നില്ല. കാരണം ആദിലൊക്കെ ശ്വാസം മുട്ടുന്നുണ്ടോ എന്നായിരുന്നു ബിഗ് ബോസിന്റെ സംശയം. ഏതായാലും അനീഷിനെ പോലെയുള്ള ഒരാൾ അവിടെ കവർ ചെയ്ത് ആദിലേക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, അനങ്ങാൻ വിടാത്ത സിറ്റുവേഷനിൽ അവിടെ കവർ ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. അതൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ബിഗ് ബോസിന്റെ മുന്നിൽ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നിന്നും ചിലപ്പോൾ 100ാമത്തെ ദിവസം പോകുമ്പോഴേ പല ആൾക്കാരൊന്നും കണ്ണീരോടുകൂടിയായിരിക്കും പോകുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ അവസാനമാകുമ്പോഴേക്കും ഇനി ഇവര് രണ്ടുപേരും പിരിയുമോ? ഇന്ന് രണ്ടുപേരും ആദിലയും നൂറയും എന്ന് പറഞ്ഞ രണ്ട് ടീമിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ശത്രുക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഈ ശത്രുത വളർന്ന് വേറെ ഏതെങ്കിലും തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടുപേരും ചിലപ്പോൾ രണ്ട് വഴിക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഗെയിം വരുന്നതെങ്കിൽ രണ്ടുപേരും വേർ പിരിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്നത്തെ ആ ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഇന്ന് എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടുകൂടി ലൈവിന്റെ മുന്നിൽ കാത്തിരിക്കുകയാണ്. ഏതായാലും കുറേ ലേറ്റായിട്ട് തന്നെയാണ് ലൈവ് തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാവരെയും ഒന്ന് അകത്തെത്തിക്കണം.
അതിനു വേണ്ടിയിട്ട് അഹോരാത്രമായിട്ട് വിളിക്കുകയാണ്. ആദ്യം ക്യാപ്റ്റനെ വിളിക്കുന്നു, പിന്നീട് മത്സരാർത്ഥികളെ വിളിക്കുന്നു. എൻ്റെ പൊന്നുമക്കളെ നിങ്ങളൊന്ന് വരൂ, ബസർ അടിച്ചു പിടിക്കുകയാണ് ബിഗ് ബോസ്. പക്ഷേ ഒരാൾ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ തുടരുന്നു. കാരണം ബിഗ് ബോസിന് വിശ്വാസമില്ല. ഏതായാലും ബിഗ് ബോസിന്റെ ആളെ ഇറങ്ങേണ്ടി വരും എന്നാണ് ഞാൻ കരുതിയത്. അതായത് ഉള്ളുന്നെങ്ങാനും ഇനി ഇപ്പൊ വേറെ ഏതെങ്കിലും ടീമുകൾ ഇറങ്ങിയിട്ട് ഇവന്മാർ അടിച്ചോടിക്കേണ്ട ഗതികേടിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എഴുന്നേറ്റിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നത് ഇന്നലെ ഇപ്പോഴും നടന്ന സംഭവമാണല്ലോ, ആ സംഭവം ചിലപ്പോൾ ഇവർ കട്ട് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുണ്ടാവുക. കാരണം ബിഗ് ബോസ് പറഞ്ഞിട്ടും കേൾക്കാത്തത് കൊണ്ട് ഇനി ബിഗ് ബോസ് തന്നെ നേരിട്ട് ഇറങ്ങി വന്നിട്ട് ഉമാറ വല്ലതും ചെയ്തോ എന്ന് പോലുമുള്ള സംശയം ഞങ്ങൾക്കുണ്ട്. കാരണം അതിനൊക്കെ എന്തോ നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരാരും പറഞ്ഞ പോലെ കേൾക്കാത്തതുകൊണ്ട് ആരോ അതിൻ്റെ അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഗെയിം പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ടാസ്കുകൾ എനിക്ക് കൊടുക്കാൻ വലിയ പാടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, അവിടെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ അവിടെ കയ്യൂക്ക് 2-3 പേര് നല്ല രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു തർക്കവും. ഇപ്പോൾ ഷാനവാസ് ആയി കഴിഞ്ഞാലും അതുപോലെ ആര്യനായി കഴിഞ്ഞാലും അക്ബറായി കഴിഞ്ഞാലും ഇവർക്കൊക്കെ നല്ല കായിക ബലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഇത് ഇവർക്കുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ആര്യൻ അത്രത്തോളം ഇല്ലെങ്കിലും ഈ അക്ബറും പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞ ബന്ധശത്രുക്കളുമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി അവർ ഒന്നിക്കോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രത്തോളം ശത്രുക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷാനവാസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിന് ഇവിടെ നിൽക്കണം. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും അയാൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഗെയിം കണ്ടിട്ട് അതുപോലെ അനുകരിക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾക്ക് ആരോ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പഴയ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു, മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നമ്മളെ പേളി മണീൻ്റെയൊക്കെ കൂടെയുള്ള അതുപോലെ സ്റ്റാർ മാജിക്കിലൊക്കെയുള്ള ഒരു വിദ്വാൻ ഉണ്ടായിരുന്നു. ആ വിദ്വാന്റെ ശിഷ്യനാണോ ഈ ഷാനവാസ് എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവൻ കൊടുത്തു പറഞ്ഞു വിട്ടതുപോലെയാണ് ഇവിടെ കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഷാനവാസിനോട് എനിക്ക് പറയാനുള്ളത്, ഷാനവാസ് വെറുപ്പിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അയാൾ ഇന്നലെ വരെയോ മിഞ്ഞാന്ന് വരെയൊക്കെ നല്ല ഗെയിമും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോഴെന്ന് പറഞ്ഞൊരു അസൂയയിലേക്കും ഒരു കുശുമ്പിലേക്കും അയാൾ പറയുന്നത്, അതായത് അയാൾ ചെയ്യുന്നത് അയാൾക്ക് നല്ലതാണ്, പക്ഷെ ഇത് പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ കുടുംബത്തെയിട്ട് കളിക്കുക, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പറയുക. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരുടെ ആ വിഷയമൊക്കെ ഷാനവാസ് സ്വയം ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഷാനവാസ് ഒരു നല്ല ഒരു വ്യക്തിയെ അല്ല എന്ന് ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഷാനവാസിന് നല്ലൊരു വ്യക്തിത്വം കൊണ്ടുവരാൻ കഴിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സംശയം തന്നെയാണ്. കാരണം അയാളുടെ ഗെയിം വേറൊരു തലത്തിലേക്ക് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് അനീഷ് ആദ്യം കുറച്ച് സൈലന്റ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വീണ്ടും തിരിച്ചു വരവിലേക്കാണ്. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ലാലേട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം അനീഷിന് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം, എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയിട്ട് അനീഷ് പോലും സഞ്ചരിക്കുന്നത് നേരായ വഴിയിലൂടെ തന്നെയാണ്. ഏതായാലും ബിഗ് ബോസിന്റെ വീണ്ടും അപ്ഡേറ്റുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും കൂടെ കൂടിക്കോ. ബൈ ബൈ.